ഭാരതത്തിന്റെ നീലാകാശത്തിന് എന്നും കാവലായി വ്യോമസേനയുടെ മുന്നണി പോരാളിയായിരുന്ന മിഗ് 21 യുദ്ധവിമാനങ്ങളുടെ സേവനം അവസാനിപ്പിച്ചു. 60 വർഷത്തിലേറെ നീണ്ട സേവനത്തിന് ശേഷമാണ് യുദ്ധവിമാനം വ്യോമസേനയോട് വിടചൊല്ലിയത്. 1963-ൽ മിഗ് 21 ആദ്യം അവതരിപ്പിച്ചത് ചണ്ഡീഗഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രയയപ്പും ചണ്ഡീഗഡിൽ വെച്ചായിരുന്നു. ഉച്ചയോടെ മിഗ് വിമാനങ്ങൾ വ്യോമസേനയുടെ ഭാഗമായി അവസാനമായി പറന്നു. ലാൻഡ് ചെയ്യുന്ന വിമാനങ്ങളെ ആദരിച്ചുകൊണ്ടാണ് യാത്രയയപ്പ് ഒരുക്കിയിരുന്നത്. തേജസ് മാർക്ക് 1A വിമാനമാണ് മിഗ് 21 പകരക്കാരനായി വ്യോമസേനയിലെത്തുന്നത്. മുൻ സോവിയറ്റ് യൂണിയനിലെ മിഖോയൻ ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോയാണ് മിഗ് 21 എന്ന സൂപ്പർ സോണിക് ജെറ്റ് ഫൈറ്റർ രൂപകൽപ്പന ചെയ്തത്. ഇതുവരെ 900 മിഗ് 21 യുദ്ധവിമാനങ്ങളാണ് വ്യോമസേന ഉപയോഗിച്ചത്. ഇതിൽ 657 എണ്ണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിരുന്നു. ഭാരം കുറഞ്ഞതും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതുമായ ഇതിന്റെ പരമാവധി പറക്കൽ സമയം 30 മിനിറ്റ് ആണ്. ഒറ്റ എഞ്ചിൻ യുദ്ധവിമാനം. പാകിസ്ഥാനുമായുള്ള 1965-ലെയും 1971-ലെയും യുദ്ധങ്ങളിൽ മിഗ് 21 പോർവിമാനങ്ങളായിരുന്നു ശക്തി കേന്ദ്രം. 1999-ലെ കാർഗിൽ യുദ്ധത്തിലും 2019-ലെ ബാലാകോട്ട് വ്യോമാക്രമണത്തിലും നിർണായക ശക്തിയായി. ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ സിന്ദൂറിലും മിഗ് 21 യുദ്ധവിമാനം കരുത്തു തെളിയിച്ചിരുന്നു. 2010-ൽ റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങൾ വന്നതോടെയാണ് മിഗ് 21 വ്യോമസേനയിൽ നിന്ന് കളമൊഴിയാൻ തുടങ്ങിയത്. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. തേജസ് മാർക്ക് 1A വിമാനമാണ് മിഗ് 21 പകരക്കാരനായി വ്യോമസേനയിലെത്തുന്നത്. മുൻ സോവിയറ്റ് യൂണിയനിലെ മിഖോയൻ ഗുരേവിച്ച് ഡിസൈൻ ബ്യൂറോയാണ് മിഗ് 21 എന്ന സൂപ്പർ സോണിക് ജെറ്റ് ഫൈറ്റർ രൂപകൽപ്പന ചെയ്തത്. ഇതുവരെ 900 മിഗ് 21 യുദ്ധവിമാനങ്ങളാണ് വ്യോമസേന ഉപയോഗിച്ചത്. ഇതിൽ 657 എണ്ണം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിരുന്നു. ഭാരം കുറഞ്ഞതും പെട്ടെന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതുമായ ഇതിന്റെ പരമാവധി പറക്കൽ സമയം 30 മിനിറ്റ് ആണ്. ഒറ്റ എഞ്ചിൻ യുദ്ധവിമാനം. പാകിസ്ഥാനുമായുള്ള 1965-ലെയും 1971-ലെയും യുദ്ധങ്ങളിൽ മിഗ് 21 പോർവിമാനങ്ങളായിരുന്നു ശക്തി കേന്ദ്രം. 1999-ലെ കാർഗിൽ യുദ്ധത്തിലും 2019-ലെ ബാലാകോട്ട് വ്യോമാക്രമണത്തിലും നിർണായക ശക്തിയായി. ഏറ്റവും ഒടുവിലായി ഓപ്പറേഷൻ സിന്ദൂറിലും മിഗ് 21 യുദ്ധവിമാനം കരുത്തു തെളിയിച്ചിരുന്നു. 2010-ൽ റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനങ്ങൾ വന്നതോടെയാണ് മിഗ് 21 വ്യോമസേനയിൽ നിന്ന് കളമൊഴിയാൻ തുടങ്ങിയത്.
ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തേവിലും കരുത്തുമായി ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്. ഫെയർടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ. ഹൈ ക്വാളിറ്റി GA ഷീറ്റിൽ നിർമ്മിക്കുന്നവ. തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു. ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു. ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല. ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം. ഇനി ഫെയർടെക് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ. സമയവും സമ്പത്തും ലാഭിക്കൂ. ഫെയർടെക് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ്.